കുറെ ആളുകൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് പോലീസുകാരെ ആക്രമിച്ച് ഈ മതപുരോഹിതനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പിന്നീട് UAPA നിയമപ്രകാരം NIA വന്നു, ഇയാളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഇയാളെ കൊണ്ടുപോയി നോക്കിയപ്പോ എന്താ, ഇയാളൊരു മദ്രസയിലെ വലിയ പുരോഹിതനാ, UP-യിലാ. ഇയാള് കുട്ടികളെ എങ്ങനെ റെയിൽവേ പാളം തെറ്റിക്കാമെന്ന് പഠിപ്പിക്കുക. ഇങ്ങനെയുണ്ട്, എങ്ങനെ പാളം തെറ്റിക്കാം മദ്രസയിലൂടെ പഠിപ്പിക്കാം. കുട്ടികളെ ഒക്കെ NIA പൊക്കിയിട്ടുണ്ട്. UP-യിലായതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ശിക്ഷിക്കപ്പെടും. കാരണം യോഗി ആദിത്യനാഥാണ്. നമ്മൾ ആഗ്രഹിച്ചു പോകുവാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നെതന്യാഹുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും. എന്നാൽ ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാക്കികളും ഒതുങ്ങുമായിരുന്നു. അതല്ലെങ്കിൽ യോഗിയെ പോലെയെങ്കിലും ഒരു പ്രധാനമന്ത്രി. നരേന്ദ്രമോദി മോശമാണെന്നല്ല പറഞ്ഞത് ചില വിഷയങ്ങളിലെങ്കിലും, ഒരുപക്ഷെ രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി സംയമനം പാലിക്കുന്ന ആർഷഭാരത സംസ്കാരം പിന്തുടരുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ ആലോചിച്ച് പോകുവാണ്, ബംഗ്ലാദേശിനെ നിലയ്ക്ക് നിർത്താൻ ഈ സ്വതന്ത്ര ഭാരതത്തിന് സാധിക്കും. പക്ഷെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായേക്കാം. അപ്പോ പാളം എങ്ങനെ തെറ്റിക്കണം, കല്ലും കമ്പും പറക്കി എങ്ങനെയാണ് പാളത്തിൽ വെച്ചിട്ട് ട്രെയിൻ തള്ളിയിടേണ്ടത് എന്ന് ഈ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ഈ കുട്ടികളോട് പഠിപ്പിക്കുന്നത് എന്തായിരിക്കും, മക്കളെ അതിനകത്ത് കൂടുതൽ കാഫിറുകൾ വരുന്നുണ്ട്, ആ കാഫിറുകൾ അത്രയും പേരും അങ്ങ് ചത്തൊടുങ്ങിക്കോട്ടെ. അപ്പൊ കുട്ടികൾ തിരിച്ചു ചോദിക്കും, അല്ല അതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ടാകത്തില്ലേ ഉസ്താദെ? സാരമില്ല, 1-2 പേരൊക്കെ ചത്താലും സാരമൊന്നുമില്ല, ഇവര് കൂടുതൽ ആൾക്കാരെ അങ്ങ് ചത്തോളുമല്ലോ. ഇവിടെ ജമീൽ ഷാമുബിൻ എന്ന് പറയുന്ന ഒരു 22-കാരൻ ഒരു മൂകയും ബധിരയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ഈ പയ്യൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. റൂമിനകത്ത് വന്നിരിക്കുന്നു, ഈ പയ്യൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല 3 മാസം. ഇടയ്ക്കൊന്ന് പുറത്തു പോകും, അതുപോലെ തിരിച്ചു വരും. ഒരു ദിവസം രാത്രി ഇവന്റെ 5 സുഹൃത്തുക്കളെ വിളിക്കുന്നു. കുറച്ച് സാധനങ്ങൾ കാറിൽ കയറ്റാനുള്ളൊന്ന് ഹെൽപ്പ് ചെയ്യണം. 5 കൂട്ടുകാർ വരും. അതില് ഒന്ന് ട്വിൻ ബ്രദേഴ്സ്. ഈ 5 പേരും ഇവനും ചേർന്ന് കാറിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചാക്കിനകത്ത് കെട്ടിയേക്ക് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, ഇതിനകത്ത് കയറ്റുന്നു. എന്നിട്ട് അവസാനം ഈ 22-കാരൻ പറയുവാണ്, നമുക്കിനി ചിലപ്പോ കാണാൻ പറ്റത്തില്ല കേട്ടോടാ, നാളെ ഇതേ സമയം ഞാൻ സ്വർഗത്തിലായിരിക്കും, നീ ടെറസിന്റെ മുകളിൽ കയറി മുകളിലേക്ക് നോക്കിയാൽ മതി, നക്ഷത്രമായിട്ട് ഞാൻ ഉണ്ടാവും. എന്താണ് നീ പറയുന്നേ? ആടാ. ശരി, ടാറ്റ പറഞ്ഞു, സലാം പറഞ്ഞു, ഇവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനമൊക്കെ ചെയ്തു. ശരി, എന്നിട്ട് ഇവര് പോയി. പിറ്റേ ദിവസം രാവിലെ ദീപാവലിയാ, 2022 ദീപാവലി. കോയമ്പത്തൂരിലെ സംഘമേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഈ പയ്യൻ പോകുന്നത്. ദീപാവലിയല്ലേ, ഒരുപാട് കാഫറുകൾ വരുമല്ലോ, പിടിച്ചു കയറി പൊട്ടിത്തെറിക്കാമല്ലോ. ഇരുമ്പ് നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം ഊരികൾ കാത്തിരിക്കവരെ വേസ്റ്റ് ആക്കുന്നത്. അങ്ങനെ ആള് കാർ ഓടിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നു. ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ഇവൻ ഇരുന്നത് ഒരു ചാക്കിലെ അറ്റത്തിലാണ്. അപ്പൊ ഇതൊന്ന് പൊട്ടിത്തെറിച്ചു. ഈ ചാക്കിനകത്തുണ്ടായിരുന്നതെല്ലാം എന്താ? സ്ഫോടക വസ്തുക്കൾ. ഇവൻ ഉണ്ടാക്കുക. ഈ വീട്ടിനകത്തിരുന്ന് ഇവൻ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇവൻ എവിടെന്നാ ഈ കോച്ചിങ് കിട്ടുന്നത്. ഈ 22-കാരൻ ഈ എത്ര ജീവിതം ബാക്കിയുണ്ട്? ഒരു ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അതിന്റെ കരിയർ എന്താ? സ്വർഗമാണ് പ്രധാനം. കൊല്ലപ്പെടുന്നതാരാ? കാഫിറുകൾ. ഇനിയും ഇതേ രീതി മറ്റൊന്ന് ബംഗ്ലാദേശിലേക്ക് വന്ന് മൃഗങ്ങളോട് ദയ കാണിക്കുന്നില്ല, പച്ചയ്ക്ക് ചുട്ടുകൊല്ലുക, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴുത്തെടുക്കുക, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുക. അവർക്ക് ദയ തോന്നുന്നില്ല. എന്താ കാരണം? ഇവരുടെ മനസ്സിൽ ഇവര് കാഫിറുകളാണ്. കാരണം കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം. ഇതാണ് റൂള്. നിങ്ങളിത് പോയിട്ട് കൽക്കട്ട ഖുർആൻ കേസ് എന്ന് പറഞ്ഞ വിഷയമുണ്ട്, ഒന്ന് നോക്കണം. അതിലുപരി വേറെ ഒരു വിഷയമുണ്ട്. 1986 ജൂലൈ 29 ഡൽഹിയിലെ ലോഹിത് എന്ന് പറയുന്ന ZS ലോഹിത് ജഡ്ജാണ്. അദ്ദേഹം ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു സംഘടനയിലെ 2 പേര്, പ്രസിഡന്റും സെക്രട്ടറിയും, അവര് ഒരു തുറന്ന കത്തെഴുതാണ് സോഷ്യൽ മീഡിയയിൽ. കാഫിറുകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ ഖുർആനിലുണ്ട്. ലോകത്തിന്റെ ഏത് കോണില് ഒരു കലാപം നടന്നാലും അതിനകത്തൊരു മുസ്ലിം നാമം വരുന്നു.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഗ്രന്ഥത്തിൽ ഇതുള്ളത് കൊണ്ടാണ്. ഇത് വിചാരണയ്ക്കെടുക്കുന്നു. കുറെ സിറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇവരെ രണ്ടുപേരെയും കൊല്ലുമെന്ന് പറഞ്ഞ അൽ ഖ്വയ്ദയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകര സംഘടനാ നേതാക്കൾ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ കോടതിയിൽ കുറെ സിറ്റിങ്ങുകളായി. അപ്പോ എതിർഭാഗം പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ല. അപ്പോ ZS ലോഹിത് മുസ്ലിം ഉലമാക്കളെ, പണ്ഡിത സഭയെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് കക്ഷി ചേരണം. ഇയാളത് പറഞ്ഞത് ഉള്ളതാണോ അല്ലേ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പഠിക്കണം. ആരും തയ്യാറായില്ല. അങ്ങനെ ഈ ജഡ്ജ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇദ്ദേഹം തന്നെ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു, എനിക്കിതൊന്നും പഠിക്കണം. ഇദ്ദേഹം ആദ്യം, നിങ്ങളിൽ ആരെങ്കിലും രംഗീല റസൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? രംഗീല റസൂൽ, കാബാജിയൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ? രംഗീല റസൂൽ കുറച്ചാളുകൾ, കുറച്ച് മുസ്ലിങ്ങള് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി 3 വിമർശനങ്ങൾ ഉന്നയിച്ച് പുസ്തകങ്ങളുണ്ട്, പ്രഭാഷണങ്ങൾ. ഒന്ന് സീതവേശ്യയാണ്, പിന്നെ രാമനെയും അയ്യപ്പനെയും ശിവനെയും ഒക്കെ വളരെ മോശമായ രൂപത്തിൽ പറഞ്ഞിട്ട് എഴുതി. അപ്പൊ അതിനകത്ത് ഒരു ഹൈന്ദവ സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ഒരു സംഘടനാ നേതാവാണ്. അദ്ദേഹം വേറെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് രംഗീല റസൂൽ. അതിനകത്ത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതി. കന്യകയുണ്ട്, വിധവയുണ്ട്, പിന്നെ വിഭാര്യയുണ്ട്, വിധവയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ലിസ്റ്റുകളുമായിട്ട് തട്ടിച്ചവളുണ്ട്, കറുത്തവളുണ്ട്, പൈതലുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിരുന്നു. നബിക്ക് ഇഷ്ടം പോലെ കെട്ടാമായിരുന്നു. അങ്ങനെ ആ എഴുതിയ മനുഷ്യനെ ഇവരെ കൊന്നു. എഴുതി എന്ന് അവകാശപ്പെട്ട് വേറൊരാളെ വന്നത്, അയാളെ ഇവരെ കൊന്നു. അപ്പൊ ഈ നമ്മുടെ ജസ്റ്റിസ് ലോഹിത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് പഠിക്കുക. രംഗീല റസൂൽ എന്നൊരു കൃതി, ഒരു പദ്യമാണ് കേട്ടോ, ഒരു സോങ് ആണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ആദ്യം ഹൈന്ദവ നിന്ന നടത്തിയപ്പോഴാണ് ആശയം കൊണ്ട് എതിർക്കുന്നതിന് വേണ്ടി വേറെ ഒരു കൃതി അവിടെ രൂപപ്പെടുന്നത്. പക്ഷെ അത് ചിന്തിക്കുന്നില്ല. ഗോദ്രയും ഗുജറാത്തും പോലെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അതുകൊണ്ടാണ് അതിന്റെ പ്രതിപ്രവർത്തനം ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹം രംഗീല റസൂലിന്റെ ചരിത്രം പഠിക്കുന്നു, ഇത് പഠിക്കുന്നു. അപ്പോൾ ഈ ZS ലോഹിത് കുറെ ഖുർആൻ പരിഭാഷകൾ എടുത്തുകൊണ്ടുവന്നു. കോടതിയിൽ ഇദ്ദേഹം ഇതെല്ലാം വിചാരണ നടത്തി. എന്നിട്ട് ഇവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഈ ഖുർആനിനകത്തുണ്ട്. എന്നിട്ട് ഈ ZS ലോഹിത് എഴുന്നേറ്റ് നിന്ന് 24 വചനങ്ങൾ പാരായണം ചെയ്തു. ഖുർആനിൽ നിന്ന് 24 വചനങ്ങൾ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതൊരു ദൈവത്തിന്റെ വചനമാണോ? അന്യമത വിരുദ്ധതകൾ ദൈവം പറയാൻ പാടുണ്ടോ? കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാൻ കാഫിറുകളെ സൃഷ്ടിച്ച പടച്ചോൻ എങ്ങനെ പറയും ഇതൊരു ദൈവിക ഗ്രന്ഥമാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ചരിത്ര പ്രധാനമായ ഒരു വിധി. 1986 ജൂലൈ 29 ജസ്റ്റിസ് ലോഹിത് ZS ലോഹിത്തിന്റെ വിധിയാണ്. ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല ഈ ഗ്രന്ഥമെന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കലഹമോ കലാപമോ ഉണ്ടാകുന്നോ അതിന്റെ എല്ലാം കാരണക്കാർ ഈ ഗ്രന്ഥമാണ്.